പ്രതിപക്ഷ പ്രതിഷേധം നടക്കുകയാണ്. KFRയിലേക്ക് SFIയുടെ പ്രതിഷേധം ഇപ്പോൾ നടക്കുകയാണ്. പോലീസ് സന്നാഹമൊക്കെ ഉണ്ട് അവിടെ, അവർ തടയുന്നുണ്ട്. പക്ഷേ പോലീസിനെ മറികടന്നുകൊണ്ട് SFI വിദ്യാർത്ഥികൾ അകത്തേക്ക് കടക്കുകയാണെന്ന് തോന്നുന്നു. സൂരജ്, ഒരു ചെറിയ സംഘർഷ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു സൂരജ്, അല്ലേ? വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഇത് തൃശൂർ പീച്ചിയിലെ വനഗവേഷണ കേന്ദ്രത്തിലേക്ക് SFI നടത്തിയ മാർച്ചാണ് സംഘർഷത്തിലേക്ക് പോയിരിക്കുന്നത്. ഈ SFI ഇവിടുത്തെ പ്രധാന ഗേറ്റിലെ ഗ്ലാസ് അടക്കം അടിച്ചു പൊട്ടിച്ചത് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ്. പോലീസ് ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാം. അതായത് ഈ വനഗവേഷണ കേന്ദ്രത്തിന് മുന്നിൽ SFI പ്രവർത്തകരെ തടയാൻ, ഗേറ്റിന് മുന്നിൽ തടയാൻ പോലീസ് ശ്രമം നടത്തിയിരുന്നു. പക്ഷേ SFI പ്രവർത്തകർ ഈ ഗേറ്റ് എല്ലാം തകർത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയായിരുന്നു. ഗേറ്റ് ചാടി ആദ്യഘട്ടത്തിൽ പ്രവർത്തകർ പുറത്തേക്ക് കടന്നു, അതിനുശേഷമാണ് SFIയുടെ കൂടുതൽ പ്രവർത്തകർ സംഘടിച്ച് ഈ ഗേറ്റ് തുറന്ന പ്രവർത്തകരെ അകത്തേക്ക് കയറ്റിവിട്ടത്. അതിനുശേഷം ഈ വനഗവേഷണ കേന്ദ്രത്തിന്റെ പ്രധാന കവാടത്തിൽ ഇവരെ തടയുന്നതിനുള്ള ശ്രമം ഉണ്ടായി. ആ സമയത്താണ് ദൃശ്യങ്ങളിൽ കാണുന്ന ഗ്ലാസ് അടക്കം തകർത്തുകൊണ്ട് SFI പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. പോലീസ് ഇടപെട്ട ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ ഇപ്പോഴും പിന്തിരിയാൻ തയ്യാറായിട്ടില്ല. പ്രവർത്തകരും പോലീസും മുഖാമുഖം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തുടർച്ചയായി വനഗവേഷണ കേന്ദ്രത്തിൽ വിദ്യാർത്ഥി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു SFIയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയത്. കഴിഞ്ഞ ദിവസം 9 വിദ്യാർത്ഥികൾക്കെതിരെ വിദ്യാർത്ഥി വിരുദ്ധ നടപടികൾ ഈ വനഗവേഷണ കേന്ദ്രം നടത്തുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് SFIയുടെ മാർച്ച്. വിദ്യാർത്ഥി വിരുദ്ധ നടപടികൾക്കെതിരെയാണ് കേരള വനഗവേഷണ കേന്ദ്രത്തിലേക്ക് SFIയുടെ മാർച്ച്. സൂരജ്, ഇത് നേരത്തെ തീരുമാനിച്ചിരുന്ന മാർച്ചല്ലേ? മതിയായ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നില്ലേ? ഹാഷ്മി, നേരത്തെ നിശ്ചയിച്ചിരുന്ന മാർച്ചാണ്. പക്ഷെ പോലീസ് ഒരിക്കലും ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമെന്ന് പോലീസും കണക്ക് കൂട്ടിയിരുന്നില്ല എന്ന് വേണം കരുതാൻ. സംസ്ഥാന കമ്മിറ്റി തന്നെ പ്രഖ്യാപിച്ച ഒരു സമരമായിരുന്നു ഇത്. കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഹസൻ മുബാറക്കിന്റെ നേതൃത്വത്തിലായിരുന്നു SFI പ്രവർത്തകർ സംഘടിച്ച് ഈ വനഗവേഷണ കേന്ദ്രത്തിന് മുന്നിലേക്ക് എത്തിയത്. പക്ഷേ അവിടെ ഈ ഗേറ്റിന് മുന്നിൽ നിലയുറപ്പിച്ച കുറച്ച് പോലീസുകാർ മാത്രമാണ് ഈ വിദ്യാർത്ഥികളെ തടയാൻ ശ്രമിച്ചത്. പക്ഷേ ഈ വിദ്യാർത്ഥികളിൽ ഒരു വിഭാഗം നേതാക്കൾ ഈ ഗേറ്റിന് മുന്നിൽ പോലീസ് ഉണ്ടായിരുന്നു, അവരെ മറികടന്ന് ഈ ഗേറ്റിന് അപ്പുറത്തേക്ക് കടക്കുകയും പിന്നീട് ഗേറ്റ് തുറന്നുവിട്ട് കൂടുതൽ വിദ്യാർത്ഥികളെ ഈ വനഗവേഷണ കേന്ദ്രത്തിനകത്തേക്ക് പ്രവർത്തകരെ കയറ്റിക്കൊണ്ടുവരികയുമായിരുന്നു. ഇപ്പോൾ നിൽക്കുന്ന ഈ പ്രധാന കവാടം, അതായത് ഈ വനഗവേഷണ കേന്ദ്രത്തിന്റെ ഓഫീസാണ്. ഓഫീസിന് മുന്നിൽ വീണ്ടും പോലീസും സെക്യൂരിറ്റിയും ഇടപെട്ട് ഇവരെ തടയാൻ ശ്രമിച്ചു. ആ സമയത്താണ് വനഗവേഷണ കേന്ദ്രത്തിലേക്കാണ് SFIയുടെ മാർച്ച്. വനഗവേഷണ കേന്ദ്രം വിദ്യാർത്ഥി വിരുദ്ധ നടപടികൾ സ്വീകരിക്കുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് KFRയിലേക്ക് SFIയുടെ പ്രതിഷേധം. അത് എന്താണ്, പോലീസിന് നിയന്ത്രിക്കാൻ കഴിയാതെ അകത്തേക്ക് പെട്ടെന്ന് കയറിപ്പോയി കൂടുതൽ സംഖ്യ SFI പ്രവർത്തകർ. അവിടെ ഇപ്പോൾ KFRI വനഗവേഷണ കേന്ദ്രത്തിന് മുന്നിൽ മുദ്രാവാക്യം വിളിക്കുകയാണ്. സൂരജ് തുടരുന്നു. സൂരജ്, വിദ്യാർത്ഥി വിരുദ്ധ നടപടികൾ സ്വീകരിക്കുന്നു എന്ന് SFI ആരോപിക്കാനുള്ള കാരണം എന്താണ്? ഹാഷ്മി, കഴിഞ്ഞ ദിവസം ഈ ഹോസ്റ്റലിൽ 14 വിദ്യാർത്ഥികൾ, ഗവേഷണ വിദ്യാർത്ഥികളടക്കം 14 വിദ്യാർത്ഥികൾ രാത്രി ഒത്തുകൂടിയിരുന്നു. ഇതിൽ പെൺകുട്ടികളും ഉൾപ്പെടെ ഒത്തുകൂടിയിരുന്നു. അത് പുരുഷന്മാരുടെ, ആൺകുട്ടികളുടെ ഹോസ്റ്റലിലേക്കാണ് ഇവർ എത്തിയത്. ആ സമയത്ത് ഈ സന്ദർശക രജിസ്റ്ററിൽ ഇവരുടെ പേര് മാത്രം എഴുതി വെച്ചാൽ മതി എന്നുള്ളതാണ് ഇതിൽ നിയമപരമായുള്ളത്. അങ്ങനെ പേരെഴുതി വെച്ച് കയറി വിദ്യാർത്ഥികൾ കയറുകയും ഇവരവിടെ ഒന്നിച്ചു കൂടുകയും ചെയ്തിരുന്നു. ഇതിൽ യൂണിവേഴ്സിറ്റി ഇവർക്കൊരു ഷോക്ക് ഓഫ് നോട്ടീസ് കൊടുക്കുന്നു. അതിൽ പറയുന്നത് ഈ വിദ്യാർത്ഥികൾ അനധികൃതമായി ഹോസ്റ്റലിൽ സംഘടിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ നോട്ടീസ്. അതിന് മറുപടി നൽകുകയും പിന്നീട് ഈ 14 വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തു. പിന്നീട് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് തങ്ങളുടെ വാദം കേൾക്കാതെ ഏകപക്ഷീയമായി നടപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു ഉത്തരവുണ്ടായി. അതായത് ഈ വിഷയത്തിൽ അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കണം എന്നൊരു നിർദ്ദേശം ഈ വനഗവേഷണ കേന്ദ്രത്തിന് നൽകി. അങ്ങനെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു ഹിയറിംഗ് അടക്കം നടത്തി. പക്ഷേ ഈ ഹിയറിംഗിന് പര്യവസാനത്തിൽ 9 വിദ്യാർത്ഥികൾക്കെതിരെ ഈ വനഗവേഷണ കേന്ദ്രം നടപടിയെടുക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയി. 6 വിദ്യാർത്ഥികൾ സസ്പെൻഡ് ചെയ്തു, 3 വിദ്യാർത്ഥികൾക്ക് കർശന താക്കീതടക്കം നൽകുകയും ചെയ്തു. ഇതിൽ പ്രകോപിതരായിക്കൊണ്ടാണ് SFIയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വലിയ പ്രതിഷേധം ഇങ്ങോട്ടേക്ക് അരങ്ങേറുന്നത്. തുടർച്ചയായി വിദ്യാർത്ഥി വിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഈ കാലഘട്ടത്തിനനുസൃതമായ ഒരു നടപടിയും അത് വനഗവേഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് SFI സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് ഈ വനഗവേഷണ കേന്ദ്രത്തിലേക്ക് മാർച്ച് നിശ്ചയിച്ചത്. പക്ഷേ പോലീസിന്റെ സംവിധാനങ്ങളെല്ലാം അമ്പേ പരാജയപ്പെട്ടു. അതായത് ഇത്രയും അധികം വിദ്യാർത്ഥികൾ ഇങ്ങോട്ടേക്ക് സംഘടിച്ചെത്തുമെന്ന് കണ്ടെത്തുന്നതിന് ഈ സ്പെഷ്യൽ ബ്രാഞ്ചിനടക്കം വലിയ പരാജയമുണ്ടായി എന്നുള്ളത് വേണം ഈ നിമിഷത്തിൽ പറയാൻ. കാരണം ഈ ഗേറ്റിന് മുന്നിൽ വളരെ കുറച്ച് പോലീസുകാർ മാത്രമേ
ഉണ്ടായിരുന്നുള്ളൂ. അവരെ മറികടന്ന് SFI പ്രവർത്തകർക്ക് അനായാസം അതിനകത്തേക്ക് ഈ ഹസൻ മുബാറക് അടക്കമുള്ള നേതാക്കൾ ആദ്യമേ തന്നെ ഈ മതിൽ ചാടി അകത്തേക്ക് കടക്കുന്നു. അതിനുശേഷം മുഴുവൻ വിദ്യാർത്ഥികളും ഇതിനകത്തേക്ക് കയറി വന്നു. ആ സമയത്താണ് ഇവർ ഈ പ്രധാന കവാടത്തിന് മുന്നിൽ ഈ ഗേറ്റ് അടച്ചിട്ട് ഈ ഗ്ലാസ് ഡോറുകൾ അടച്ചിട്ട് ഇവരെ തടയാൻ ശ്രമിച്ചത്. അങ്ങനെയാണ് SFI പ്രവർത്തകർ ഈ ഗ്ലാസ് ഡോർ അടക്കം തല്ലി തകർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും മുതിർന്ന നേതാക്കളും പോലീസും ഇടപെട്ടപ്പോൾ ഈ പ്രവർത്തകരെ ശാന്തമാക്കി അവരെ ഇപ്പോൾ ഈ വനഗവേഷണ കേന്ദ്രത്തിന് മുന്നിൽ ഇരുത്തിയിരിക്കുകയാണ്. ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഹസൻ മുബാറക്കുണ്ട്, SFIയുടെ ജില്ലാ സെക്രട്ടറി ജിഷ്ണു ഉണ്ട്. അങ്ങനെ നിരവധി കേന്ദ്ര നേതാക്കൾ അടക്കം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് SFI പോവുകയാണ്. ഹാഷ്മി, സൂരജ് സജിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. SFIയുടെ KFRയിലേക്കുള്ള വനഗവേഷണ കേന്ദ്രത്തിലേക്കുള്ള മാർച്ചാണ്. ഒരു മിന്നൽ പ്രതിഷേധം എന്നൊക്കെ മറിയും മട്ടിൽ മാർച്ചായി വന്നു. അവിടെ അധികം പോലീസ് സന്നാഹം ഉണ്ടായിരുന്നില്ല. വളരെ പെട്ടെന്ന് KFRയിലേക്ക് അകത്തേക്ക് വിദ്യാർത്ഥികൾ കയറി അവിടെ പ്രതിഷേധിക്കുകയാണ്. KFRI നിരന്തരം വിദ്യാർത്ഥി വിരുദ്ധ സമീപനങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ നാളത്തെ അനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടി അവിടുത്തെ വിദ്യാർത്ഥികൾ പറയുന്നത്. ഹൈക്കോടതിയിൽ അനുകൂല തീരുമാനമുണ്ടായിട്ടും പകപോക്കുന്നു ഈ വനഗവേഷണ കേന്ദ്രം എന്നതാണ് SFIയുടെ പരാതി. വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയാണ്.